പ്രിയപ്പെട്ടവരെ, ഗോപ പട്ടിക്കാടാണ്. ഞാൻ ഇപ്പൊ നിൽക്കണതേ ദുബായിലെ കിസീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വരാനൊരു കാരണമുണ്ട്. നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, ജാനകി. തിരുവനന്തപുരത്തുള്ളതാണ്. ഒന്ന് പരിചയപ്പെടാം, വാ. ജാനകി അല്ലേ? അതെ. ആ, തിരുവനന്തപുരത്തുള്ള. അതെ, അറിയാമോ? അത് ഞാൻ അന്ന് ഓർമ്മയുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടേ. ഓർമ്മയുടെ ഇപ്പം കേരളോത്സവമാണോ? ആ, അപ്പൊ അതിലെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിച്ചു. ഓർമ്മയുടെ ഇപ്പൊ ഞങ്ങക്ക് ഓർമ്മയുടെ കേരളോത്സവം കഴിഞ്ഞായിരുന്നു. പിന്നെ പ്രോഗ്രാം ഈശ്വൽ നിലാവിന്റെതായിരിക്കും. അതെ, കറക്റ്റ് കറക്റ്റ്. ആ ഒന്ന് രണ്ട് ഐറ്റംസ് അതിനെന്താ ചെയ്യാലോ? ഓക്കെ. അന്നത്തേല് പാട്ടും മിമിക്രിയും ഒക്കെ ഞാൻ കണ്ടിരുന്നു. ആണോ? ഇഷ്ടമായല്ലോ? വളരെ ഭംഗിയുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞ ഒരു വയസ്സായവരുടെ ശബ്ദം ആണോ? അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഞാൻ എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമ്പോ ഞാൻ അതിന് മറുപടി ആയിട്ട് അങ്ങോട്ട് പറയാം. അമ്മച്ചി എവിടെ പോയതാ? 4 മണി ആയോക്കളെ മുന്നോട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു. ചായ കുടിച്ചാ? ചായ ഇന്നിപ്പോ ചായ ഒന്നും കുടിക്കൂല. നേരത്തെ ചായ കുടിച്ച്. ചായ കുടിച്ചാ? പരിപ്പോടെ കഴിച്ചോ? വലിയ ചായ മക്കളോട് പറഞ്ഞത്. ഞാനിവിടെ അടുത്തുള്ള തന്നെയാണ്, ദുബായിലുള്ള. ദുബായിലെ കിസീസില് കേട്ടിട്ടുണ്ടോ? ഞാനും ഇവിടെ വന്നിട്ട് നാട്ടിൽ പോയിട്ട് ഇപ്പൊ എന്നാ വന്നേ? ഞാൻ ഇവിടെ 11 വർഷമായി വന്നിട്ട്. 11 വർഷം ഇപ്പൊ നാട്ടിൽ പോയിന്ന് പറഞ്ഞിരുന്നേ? പോയിട്ട് വന്നത് തന്നെ. നാട്ടിൽ നിന്നുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നാ? കൊണ്ടുവന്ന് കൊറേയൊക്കെ പിള്ളേർക്കൊക്കെ കൊടുത്ത്. അങ്ങനെ കൊണ്ടുവന്നിരുന്നാ? ചക്കൊന്നുമില്ല. നാട്ടിൽ പോകുമ്പോ ഇവിടെ ചക്ക ഇരിക്കുന്ന മക്കളെ ഞാൻ ഓണത്തിനായിരിക്കും മിക്കവാറും നാട്ടിൽ പോണം. അവിടെ പോകുമ്പോ ചക്ക പോയിട്ട് ഒരു ചക്ക കൂട്ട് പോലും കിട്ടൂല. പിന്നെ അന്നത്തേലേ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു പാട്ട് തന്നെ വളരെ 2-3 വേരിയേഷനിൽ പാടിയിരുന്നത്. 3 വോയിസിൽ പാടിയിരുന്നത്. അതൊന്ന് കേട്ടിരിക്കല്ലോ. വരുകേ